ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ശ്രീലകത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് വളരെ രുചികരമായ എന്നാൽ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കാനായി ഞാനിവിടെ ഇഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പച്ചരിയാണുള്ളതെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഞാൻ നന്നായിട്ട് കഴുകി കുതിർത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരി കുതിർക്കാനായിട്ട് നമ്മൾ സാധാരണ ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ കുതിർക്കാനിടുമല്ലോ, അത്രയും ഒരു ടൈമാണ് ഇതിനും വേണ്ടത്. 1.5 കപ്പ് അരിക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും 2-3 ഏലക്കയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ മാവെടുത്ത് ഒന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന മാവിൽ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ മാവ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന മാവിൽ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുറുക്കി തണുപ്പിച്ച മാവിനെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടി നമ്മൾ നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന കുറച്ച് മാവും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അതിനോടൊപ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചതിന് ശേഷം കുറച്ച് ഈസ്റ്റാണ് ആവശ്യം. ഈസ്റ്റ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്റിനൊപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വയ്ക്കുക. അതായത് ഒരു 1-2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് മുമ്പായിട്ട് കുതിർക്കാനായിട്ട് വച്ചിരിക്കുക. കുതിർന്ന് നല്ല പൊങ്ങി വരുമ്പോൾ ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കലക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കാൻ. മാവെല്ലാം കലക്കിയതിന് ശേഷം 3-4 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല പാകത്തിനൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി നമ്മൾ ഇത് ആവിയിൽ വെച്ചാണ് വേവിക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വച്ചിട്ടുണ്ട്. അതിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. മാവ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു അരഭാഗം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ഈ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതിവിടെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എനിക്കിവിടെ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചെറി ഫ്രൂട്ട് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയില്ലേ, അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ.